ആദർശ് ഞങ്ങളുടെ കാല് പിടിക്കാൻ പോവാണ്. നയന പറഞ്ഞു. എന്താ ആദർശട്ടെ കാണിക്കുന്നത്? ആദർശം അങ്ങോട്ട് മാറിക്കേ. ഇത് ആരാണെങ്കിലും ആർക്കാണ് തോന്നിയ സംഭവം തന്നെയല്ലേ. ആദർശട്ട് അതിന് പിന്നീട് വിഷമിക്കണം ചോദിക്കുന്നുണ്ട്. എങ്കിലും നയന, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു, ഒരുപാട് ഞാൻ തെറ്റിദ്ധരിച്ചു. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഞാൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ. പെട്ടെന്ന് നിമിഷത്തില് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാത്തതായി പോയി. സോറി എന്നൊക്കെ പറയുന്നുണ്ട്. സാറില്ല ആദർശേട്ടാ, ഇത്രയധികം ആദർശനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നയന പറയാണ്, ഇപ്പൊ ഇതൊന്നും അല്ല വേണ്ടത്, നമുക്ക് എത്രയും പെട്ടെന്ന് അയാളെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട്. ശരിയാ നീ പറഞ്ഞത്, അവൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. ഇതുപോലെ പെൺകുട്ടികളെ ഓൺലൈൻ വഴി വിളിച്ച് അവരെ ജീവിതം നശിപ്പിച്ച് അവരെ ചതച്ചിട്ട് കടന്നു കളയുന്ന അയാൾ ആരാണെന്ന് അറിയണം എന്നൊക്കെ ആദർശ് പറയാണ്. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെയുള്ള ഒരു പരിചയമില്ലാത്ത ഒരാളൊക്കെ വിളിക്കുമ്പോൾ പോകാൻ നിൽക്കുന്ന നമ്മുടെ പെൺകുട്ടികളെ കൂടെ പറയണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. നയന പറയാണ്, ഇപ്പൊ ശരി തെറ്റൊന്നും കണ്ടുപിടിക്കാനുള്ള സമയമല്ലല്ലോ ആദർശേട്ടാ, അയാൾ ആരാണെന്ന് നമുക്ക് കണ്ടെത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അവന്റെ നമ്പറും ഡീറ്റെയിൽസും അങ്ങനെയെല്ലാം വന്നിട്ടുണ്ട്. ഇത് ആദർശേട്ടാ, എല്ലാം ആദർശേട്ടും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് നയന പറയുന്നുണ്ട്. ഇത് സംഭവം എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് 1 ആയിട്ടും 2 ആയിട്ടും. അപ്പൊ അതൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ ജലജയുടെ മകള് ഗർഭിണിയാണ്. അപ്പൊ അതിന്റെ കാരണം അന്വേഷിച്ചാണ് രണ്ടുപേരും നടക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ആദർശം നയനെ കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിൽ തലയാഴ്ച കിടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിപ്പോ ഒരുപാട് സന്തോഷമായി, ആദർശം ഇത്രയും കെയർ ചെയ്യുന്നുണ്ടല്ലോ. ഇത്രയ്ക്കും ആദർശം പൊട്ടിത്തെറിക്കാനുള്ള കാരണം തന്നെ ഞാൻ ഗർഭിണിയാണോ എന്ന് അറിഞ്ഞിട്ടല്ലേ. അപ്പൊ ആദർശന്റെ മനസ്സിൽ എന്തുമാത്രം സങ്കടം, ദേഷ്യം, വിഷമമൊക്കെ ഉണ്ടായെന്നൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, എന്തായാലും ഈ ഗർഭിണിയാന്ന് പറഞ്ഞപ്പോ തന്നെ മുത്തശ്ശിയുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ. എല്ലാരും എന്ത് ഹാപ്പി ആകാതെ ഒരു നിമിഷം, എന്റെ അമ്മ പോലും പെട്ടെന്ന് ഒരു നിമിഷം ഹാപ്പിയായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഗർഭിണിയാണെന്ന് പറയുന്നുണ്ട്. നയന പറയാണ്, ആദർശം എന്ത് പറഞ്ഞാലും എനിക്കൊരു സമ്മതം തന്നെയാണ്. ഇത്രയും നാൾ നമ്മൾ മാറ്റി വെച്ചത് നമ്മൾ പരസ്പരം മനസ്സിലാക്കരുതെന്ന് കരുതിയിട്ടല്ലായിരുന്നോ. ഇപ്പൊ എന്തായാലും നമ്മൾ നല്ല ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്റെ ആദർശം എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒരു അവസരത്തിൽ എന്തായാലും നമുക്ക് ഞാൻ അതിനെ സമ്മതമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനയും ആദർശവും കൂടെ കൂടിയിട്ട് നേരെ ആ പോലീസുകാരനെ കാണാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോലീസിനെ കണ്ടിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്, ഇത് തികച്ചും ഒഫീഷ്യൽ ആയിരിക്കണം, മറ്റൊരാളും ഈ കാര്യത്തെ കുറിച്ച് അറിയാൻ പോലും പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അയാളെ പറയുന്നുണ്ട്, ഇത് കൃത്യമായിട്ട് സീക്രട്ട് ആയിരിക്കും, നിങ്ങൾ പേടിക്കണ്ട എന്നൊക്കെ പറയാണ്. അങ്ങനെ അയാളുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം ആദർശ് പോലീസിന് കൈമാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസ് ഇത് വെച്ച് അന്വേഷണം ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ നയനയും ആദർശം കൂടി പുറത്തേക്ക് ഇറങ്ങിയതാണല്ലോ, അവർക്ക് പാർക്കിലേക്ക് പോവാണ്. പോയിരുന്നിട്ട് ആദർശ് പറയാണ്, എങ്കിലും അവളെ ഇങ്ങനെ ചെയ്യുന്ന കരുതിയില്ല, മനസ്സിൽ നിന്ന് അതങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ജലജാപ്പിച്ചാണെങ്കിൽ ആകെപ്പാടെ കളിപ്പില്ല, അവളെ കണ്ണി കണ്ട അപ്പോഴെല്ലാം അടിക്കുകയാണ് എന്ന് നയന പറയുന്നുണ്ട്. പിന്നെ പ്രതികരിക്കാതിരിക്കുവോ നയന, ഇങ്ങനെ അവസ്ഥ ഉണ്ടായാലേ എന്താ ചെയ്യാ എന്ന് പറയുന്നുണ്ട്. നയന പറയുന്നുണ്ട്, ചുമ്മാതാണെങ്കിലും എന്റെ ചേച്ചി വീട്ടില് ഈ ഒരു കാര്യം പറഞ്ഞപ്പോ എന്റെ അച്ഛൻ ബോധം കിട്ടി വീണു, എന്റെ അമ്മയും ബോധം കിട്ടി വീണു, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് അറിയാമോ. എന്റെ അച്ഛന് പെട്ടെന്ന് അറ്റാക്ക് ഒക്കെ ഉണ്ടാൻ പോയതാന്നൊക്കെ പറയുന്നുണ്ട് നയന. ശരിയാ, ഈ ഒരു അവസ്ഥയില് അതുകൊണ്ടാണ് ആദർശട്ടാ ഞാനും ഒന്ന് പേടിച്ചത്. വീട്ടിലാരെങ്കിലും അറിഞ്ഞാല് വേറെ ആരുമല്ല, മുത്തശ്ശിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പെട്ടെന്ന് അവർ ഈ കാര്യം അറിഞ്ഞ് ഷോക്കായാല് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ പേടിച്ചു പോയി. അതുകൊണ്ടാ ആരും അറിയാതെ രഹസ്യമായിട്ട് വെക്കാന്ന് കരുതിയത്, എന്നിട്ട് ആദർശോട്ട് പറയാന്ന് കരുതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവർക്ക് വലിയ പ്രശ്നമില്ലാതെ ഇതൊക്കെ അങ്ങനെ സോൾവ് ആയല്ലോ, അതുകൊണ്ട് വലിയ കാര്യം എന്ന് പറയുന്നുണ്ട് ആദർശ്. ഇപ്പൊ എന്തായാലും മുത്തശ്ശി അവളെ വട്ടം പിടിച്ചിരിക്കുക, അവളെ പുറത്തേക്കൊന്നും വിടാതെ മുത്തശ്ശിനെ കൂടെ തന്നെ പിടിച്ചെടുത്തിരിക്കുക. പുറത്തേക്ക് പോയാല് ജലജര വക കുത്തുവാക്കും അടിയും ഒക്കെ ഉണ്ടാവും, അത് പേടിച്ചിട്ടാ മുത്തശ്ശി അകത്ത് തന്നെ നിർത്തിയിരിക്കുന്നത്. അവളെ കടിഞ്ഞുകയും ചെയ്യുമെന്ന് മുത്തശ്ശിക്ക് പേടിയുണ്ട് എന്ന് നയന പറയുന്നുണ്ട്. ആദർശ് പറയാണ്, എന്തായാലും അത് നന്നായി, മുത്തശ്ശി വിവേകത്തോടെ പെരുമാറി തന്നെ വലിയ കാര്യമാണ് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജലജ വീട്ടിൽ ആകെപ്പാട് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. അഭിനോട് ചോദിക്കാണ്, നമ്മളിനി എന്താ അമ്മയെ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ, നീയും ഇതുപോലെ കുറെ പെമ്പിളാരെ കുട്ടി കറങ്ങിയിട്ടുള്ളതല്ലേ, ഹോട്ടലിൽ മറ്റും പോയി മുറിയെടുത്ത് എത്ര പേര് ചതിച്ചിട്ടുണ്ട്, അതിന്റെയൊക്കെ തിരിച്ചടിയാണെന്ന് നീ കരുതിയാൽ മതി എന്ന് ജലജ പറയുന്നുണ്ട്. അഭി പറയാണ്, അതിനിപ്പോ അമ്മ എന്തിനാ എന്റെ മെക്കിട്ട് കയറുമെന്ന് ചോദിക്കുന്നുണ്ട്. പറടാ, ഇതുവരെ എത്ര പെൺകുട്ടികളെ നീ ഇതുപോലെ കൊണ്ടുപോയി നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അഭി തലകുണിച്ച് നിൽക്കുകയാണ്. നവി പറയാണ്, അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാമേ, ഒരുപാട് പെൺകുട്ടികളുണ്ട്, എങ്ങനെ പോലും ഒരു 10-15 ജനമെങ്കിലും കാണും. ഞങ്ങളുടെ വിവാഹത്തിന്റെ ആ സമയത്ത് തന്നെ എത്ര പേര് വന്നെന്നറിയാമോ, ഫേസ്ബുക്ക് വഴി കയറിയിട്ട് എത്ര പെൺകുട്ടികളെ വിളിച്ചെന്ന് നമുക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത്രയും പെൺകുട്ടികളെ ഇവൻ ചതിച്ചതാ, ആ ചതിച്ചതില് ഞാനും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ധൈര്യശാലി ആയതുകൊണ്ടാ ഞാൻ ഇവനെ കുടുക്കിയിട്ട് ഇങ്ങോട്ടൊക്കെ പോന്നു എന്ന് പറയുന്നുണ്ട്. ജലജ ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ അവർ തലയും കുനിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ.
അപ്പൊ നവി പറയുന്നുണ്ട്, ഇതുപോലെ ഓരോ പെൺകുട്ടികളും ചതിക്കുമ്പോൾ ഓർക്കണമായിരുന്നു, വീട്ടിൽ നിനക്കും ഒരു അനിയത്തിയുണ്ട്, ഒരു അമ്മയുണ്ട് എന്നൊക്കെയുള്ള കാര്യമൊക്കെ ഇപ്പൊ തിരിച്ചു കിട്ടിയപ്പോ നിനക്ക് മനസ്സിലായില്ലേടാ ആ ഓരോ പെൺകുട്ടിയുടെയും അവരുടെ വീട്ടുകാരുടെ വിഷമം എന്ന് ചോദിക്കുന്നുണ്ട്. അവയൊന്നും മിണ്ടാൻ പറ്റാതെ തലകുനിച്ച് നിൽക്കാണ്. അന്ന് ഓരോ പെൺകുട്ടിയെ നീ ഇതുപോലെ ചതിച്ചിട്ട് കടന്നു കളയുമ്പോഴേക്കും അവർ എന്തുമാത്രം മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇന്നവരെ അവർ ആത്മഹത്യ ചെയ്തിട്ടില്ല, അത് നിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ നീ ഇപ്പൊ ജയിലിൽ കിടന്നേനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ബുദ്ധിയുള്ള ആയതുകൊണ്ട് നിന്നെ ആ പിടിത്തത്തിൽ പിടിച്ച് ഇങ്ങോട്ടേക്ക് പോന്നു എന്ന് നയന പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ ജലജയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റാതെ ജലജ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ വേണ്ടതെന്ന് ആലോചിക്കണ്ടേ എന്ന് അഭി പറയുന്നുണ്ട്. ജലജ പറയാണ്, എന്തായാലും ആദർശിനെയല്ലേ മുത്തച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്നത്, അവൻ തന്നെ ചെയ്യട്ടെ, നിന്നെ ഏൽപ്പിച്ചാല് ഒരു കാര്യം ശരിയായിട്ട് ചെയ്യത്തില്ല, ആദർശ് നാനും കൂടി അത് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. നവി പറയാണ്, എന്തായാലും ഇപ്പോഴെങ്കിലും എന്റെ അമ്മായിമ്മയ്ക്ക് ബോധം ഉണ്ടായല്ലോ, ശരിയാണോ പറഞ്ഞത്, നാനെ ഏൽപ്പിച്ച ഈ കാര്യേക്കാൾ കൂടുതലായിട്ട് ചെയ്തോളും, അവളിപ്പോ തന്നെ അന്വേഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ആദിശേട്ടനും കൂടെ, അവൾ ഉറപ്പായിട്ട് കണ്ടുപിടിച്ചിരിക്കും. എന്റെ കാമുകനാണെന്ന് കണ്ടുപിടിക്കാൻ നായനെ ഇറങ്ങിയിട്ട് 2 ദിവസത്തിനുള്ള അവൾ അഭിയാണെന്ന് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ എത്ര എത്ര കാര്യങ്ങള്. അതുകൊണ്ട് അവൾക്ക് ഈ ഒരു സീഡിപ്പണിയൊക്കെ അവൾക്ക് നല്ല വശമാ, അവള് എത്ര മുടനെ അയാളെ കണ്ടുപിടിച്ചോളും എന്നൊക്കെ പറയാണ്. അഭി ചോദിക്കാണ്, അമ്മയെ കണ്ടുപിടിച്ചിട്ട് ആ ഫോണിനെ കൊണ്ട് നമ്മൾ അനിയത്തി കെട്ടിക്കാനാണോ അമ്മയ്ക്ക് ഭാവം എന്ന് ചോദിക്കുമ്പോ, പിന്നെ എന്താണ് നീ ഉദ്ദേശിക്കുന്നത്, വേറെ ആരെങ്കിലും കൊണ്ട് അവളെന്നെ കെട്ടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാണ്. അല്ലമ്മേ, അവൻ ആരാണെന്നോ എന്താണെന്നോ അറിയാതെ വല്ല ഇങ്ങനെ പറയുന്നൊരു ഫോണാകുമ്പം അവൻ പക്കാ ഫ്രോഡായിരിക്കില്ലേ, സാമ്പത്തികമൊന്നും ഇല്ലാത്ത വല്ലവരും ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നിന്റെ അനിയത്തി ചിന്തിക്കണമായിരുന്നു, അവളൊന്നും ചിന്തിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇനിയിപ്പൊ അവള് ഇങ്ങനെ അനുഭവിച്ചാൽ മതി, ആരാണെങ്കിലും വരുന്നെങ്കിലും അവൻ ഇങ്ങനെ കെട്ടിയുള്ള ജീവിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അമ്മയെന്ന് പറയുമ്പം എന്തെങ്കിലും ഇതൊക്കെ വരാനുള്ളതാ, ഒന്നും വഴി തന്നില്ല, നീ ചെയ്തതിന്റെയൊക്കെ പാപം അനുഭവിക്കുന്നത് ഇപ്പൊ എന്റെ മോള എന്ന് പറയാണ്. അവള് ചെയ്തിട്ടിന് ഞാനെന്ത് കഴിച്ചു എന്ന് ചോദിക്കാണ് അബി. നവി പറയുന്നുണ്ട്, ഇനി അമ്മ മോനോട് വഴക്കുണ്ടാക്കാതെ അവളുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ നോക്ക് എന്നും പറഞ്ഞ് നവി ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ജലജ പറയാണ്, എന്തായാലും നിന്റെ വഴിക്ക് നീയും അന്വേഷണം നടത്തണം, അവൻ ആരാണോ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് രണ്ടുപേരും വിവാഹം നടത്തണം, പുറം ലോകം അറിയുന്നതിന് മുമ്പേ എന്ന് പറയുന്നുണ്ട്. എനിക്ക് പറ്റിയതും ഒരു അബദ്ധമായിപ്പോയി, ഇപ്പൊ എന്റെ അനിയത്തിക്കും ഒരു അബദ്ധം പറ്റിയില്ല എന്ന് അഭി പറയുന്നുണ്ട്. ഇതാ പറയുന്നത്, ആലോചിച്ചും തീരുമാനിച്ചൊക്കെ ഒരു കാര്യം ചെയ്യാവുന്ന ഇപ്പൊ രണ്ടുപേർക്കും മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ച് ജലജ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദിശ നായനങ്ങനെ പോയിട്ട് അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അയാളുടെ നമ്പറൊക്കെ ട്രേസ് ചെയ്യുന്നുണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആയിട്ട് എവിടെയാണ് ടവർ ലൊക്കേറ്റ് കാണിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ജലജയുടെ മകളുടെ ഒരു ഓഫീസ് ഒരു കോളേജിന്റെ സ്ഥലത്തായിരിക്കും. അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ തപ്പിയെടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫേക്ക് ഐ ഡി ആയിരുന്നില്ല, ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നത് ഫേക്ക് ഐ ഡി ആണ്. അതുകൊണ്ട് തന്നെ അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആദർശ് നാനെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.